ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിനെന്നെ ക്ഷണിച്ച നമ്മുടെ കമ്പനിയുടെ മഹത്തായ നമ്മുടെ കമ്പനിയുടെ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ കമ്പനിയുടെ റീജിയണൽ മാനേജർ ചലപതി സാറിനെ ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് മീറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. ഒരു ജസ്റ്റ് സെക്കൻഡ്. ഞാൻ സൂചിപ്പിച്ചു, ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. ഇറങ്ങിയതിന് ശേഷം ഈ മഹത്തായ ഇൻഡസ്ട്രി ഏറ്റെടുത്തു. ഇതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ചുള്ള പൊതുജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. വാട്ട് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്? നമുക്കറിയാം, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഫാക്ടറിയിൽ നിന്നും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും സാന്നിധ്യം ഇല്ലാതെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആ ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ പല രീതിയിലുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് എ ബിസിനസ് മോഡൽ that involves a party buying products from a parent organization and selling them directly to customers. It can take the form of either single level marketing, in which a direct seller makes money purely from sales, and multi level marketing, in which the direct seller may earn money from both direct sales to customers and by sponsoring new direct sellers and earning a commission from their എഫേർട്ട്. അപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ടീം ഉണ്ടാക്കി ആ ടീമിലുള്ള ആൾക്കാരുടെ എഫേർട്ട്, അതായത് അവരിലൂടെ നടക്കുന്ന സെയിൽസിൻ്റെയും കമ്മീഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ലോകം മുഴുവൻ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഏതാണ്ടൊരു 70 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ തുടങ്ങി ഇന്ന് ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിന് ഓൾ ഓവർ ദി വേൾഡ് ഈ തരത്തിലുള്ള ബിസിനസ്സുകൾ ഓർഗനൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടൊരു ഫെഡറേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ. ഒരുപാട് രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു അസോസിയേഷനാണ്. ആ അസോസിയേഷൻ്റെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യ അതിവേഗം ഈ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ ലോകത്ത് റിസഷനൊക്കെ വന്നു. അന്ന് ഇതിൻ്റെ ഗ്രോത്ത് പല രാജ്യങ്ങളിലും അല്പം താഴോട്ട് പോയി. ആ സമയത്തും ഇന്ത്യയിൽ ഏതാണ്ട് 13.3% ഗ്രോത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മറ്റ് പല രാജ്യങ്ങളെക്കാൾ ഈ രംഗത്ത് ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും വളർച്ച ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയാം. റോബർട്ട് കിയോസാക്കിയുടെ ഒരു പുസ്തകമാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയാം. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിന്ന കക്ഷി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്, ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായൊരു പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാം, റിച്ച് ഡാഡ് പുവർ ഡാഡ്. കാശുള്ള അച്ഛനും കാശില്ലാത്ത അച്ഛനും. അപ്പം അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ലോകത്തിലെ സാമ്പത്തിക രീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഉയർന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് ബിസിനസ് സ്കൂൾ. കൃത്യമായിട്ടും ഇതിൻ്റെ ഭാവി എന്താണ് അദ്ദേഹം എൻ്റെ അത് പറയുന്നത്, 21-ാം നൂറ്റാണ്ടിലെ
കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. കാര്യം ഒരു സാധാരണക്കാരൻ വളരെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഭൗതിക സാഹചര്യമുള്ള ഒരാൾക്ക് പോലും ലോകത്തിലെ തന്നെ സമ്പന്നരായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ കിട്ടുന്നതാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ നേരത്ത് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഈസ് ഡയറക്റ്റ് സെല്ലിംഗ് നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ? ഇത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ? 100% നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഞാൻ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരോടൊരു ചോദ്യം ഇതാണ്, ഇത് ലീഗലായിട്ട് മാറിയോ? കാര്യം ഇതിന്റെ തുടക്കത്തിൽ ഇതിന് നിയമമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും, അത് പോലീസുകാരാണെങ്കിലും വക്കീലുകാരാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഇതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു നിയമമില്ലാതെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ആ കാലത്ത് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ വ്യക്തി എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ഇത് 100% ലീഗലായിട്ട് മാറി. ഇന്ത്യയിൽ ഈ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ വന്നു. അതിങ്ങനെയാണ് പറയുന്നത്, ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ലീഗൽ ഇൻ ഇന്ത്യ ആൻഡ് ഓപ്പറേറ്റ്സ് അണ്ടർ എ വെൽ റെഗുലേറ്റഡ് ഫ്രെയിംവർക്ക് വിത്ത് ദി ഇൻഡസ്ട്രി ഫാളിംഗ് അണ്ടർ ദി purview of the Ministry of Consumer Affairs and integrated into the Consumer Protection Act. അതായത് കൺസ്യൂമർ അഫയേഴ്സ് എന്ന മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ ഇൻഡസ്ട്രി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലാണ് നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ബിസിനസ് 100% ലീഗലായിട്ടുള്ള ബിസിനസ്സാണ്. ഇനി ലീഗലായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്കിതിന് സ്കോപ്പ് ഉണ്ടോ? നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന പല ബിസിനസ്സുകളും ഇന്നില്ല. ആ ബിസിനസ്സുകൾക്ക് പകരം പുതിയ ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ ഇതിനൊരു ഭാവിയുണ്ടോ? കാര്യം ഭാവിയുള്ള ഒരു ബിസിനസ് അല്ലേ നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഭാവിയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ഏറ്റവും ആപ്തായ ഒരു കൊട്ടേഷനാണ് ഞാൻ പറയുന്നത്. അത് മറ്റാരുമല്ല പറഞ്ഞത്, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അമിതാഭ് കാന്ത്. പ്ലാനിംഗ് കമ്മീഷന് ശേഷം പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. അതിന്റെ CEO ആയിരുന്ന കക്ഷിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, നാളെ ഇന്ത്യയുടെ എക്കണോമിയെ ചലിപ്പിക്കാൻ, അതായത് ഇന്ത്യയുടെ എക്കണോമിയെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കും ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ നിലവിലുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ക്യാമ്പയിനുകൾ ചേരുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, അതുപോലെ സ്ത്രീ ശാക്തീകരണം, ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇങ്ങനെ ഒരുപാട് ക്യാമ്പയിനുകളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടാണ് ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, നാളെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഏത് മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇൻ ഫ്യൂച്ചർ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ഇന്ത്യയിൽ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഒരു വശം നമുക്ക് പറയാം, ഇത് ഒരു പാഠ്യ വിഷയമാണോ, ആൾക്കാർ പഠിക്കുന്ന ഒരു വിഷയമാണോ? കാര്യം ആൾക്കാർ പഠിക്കുന്നത് തീർച്ചയായിട്ടും ലീഗലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഫ്യൂച്ചർ ഉള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ MBAക്കും BBAക്കും ഒക്കെ പഠിക്കാനുള്ള സബ്ജക്റ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് ശൂലിനി യൂണിവേഴ്സിറ്റി. അവര് PG ഡിപ്ലോമ ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് 2 വർഷത്തിന് മുമ്പ് തുടങ്ങി. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സായാൽ പോരാ, 55% മാർക്കോടുകൂടി പാസ്സാകണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതുപോലുള്ള ഒരു ട്രെയിനിങ്ങിൽ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു അവസരം തരുമ്പോൾ പല ആൾക്കാരും അത് കയറുന്നില്ല. ഒരു സെക്കൻഡ്. അനിൽ സാറെ കാണാമല്ലോ അല്ലേ?
ഓക്കെ. അപ്പം പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കാനുണ്ട്. അതിൽ ഷൂലിൻ യൂണിവേഴ്സിറ്റിയുടെ ഫീസിന്റെ കാര്യം മാത്രം ഞാനൊന്ന് പറയാം. 1.5 ലക്ഷം രൂപയാണ് അവിടുത്തെ ഫീസ്. അതായത് ഒരു സെമസ്റ്ററിന് 75,000 രൂപ. PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ്, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അവർ നടത്തുന്നത്. അപ്പം നമുക്കറിയാം, അങ്ങനെ ഒരു കോഴ്സ് അത്രയും രൂപ കൊടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ മറ്റൊരു മേഖലയിലേക്കും പോവില്ല. അവരെ ഏറ്റവും നല്ല കമ്പനി സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല ടീമിലായിരിക്കും വരുന്നത്. ഇതിന്റെ സാധ്യത ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കും അവർ. ഇനി അതിന്റെ ഫീസിന്റെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാനൊരു സ്ലൈഡ് ഇടുകയാണ്. MSc ഫിസിക്സിന് ഒരു സെമസ്റ്ററിന് 58,000 രൂപയേ ഉള്ളൂ. പക്ഷേ PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിങ്ങിന് 75,000 രൂപ കൊടുക്കണം. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് എന്ന് അതിന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുകയാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി കേരളത്തിലെ ഈ ബിസിനസ്സിനെ കുറിച്ച്, നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന മലയാളികളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതിൽ 99.9% ആൾക്കാരും സ്വാഭാവികമായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2015 ജൂലൈ 29 ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗലായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. 2015 ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എൻറ്റൈറ്റി മീൻസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഓർ എനി പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് അണ്ടർ ദി പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 or under the Limited Liability Partnership Act 2008 engaged in multi-level marketing. അങ്ങനെ ആദ്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഒരു ഡെഫിനിഷൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. അങ്ങനെ അതിനെ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അപ്പോഴാണ് അറിയുന്നത് അൺനെസസറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുടെ ലൂപ്പ് ഹോളിലൂടെ ബിസിനസ് ചെയ്യുന്ന, ശരിക്കും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാൻ മാത്രം കണ്ടീഷൻസ് ഒന്നും പാലിക്കാത്ത കുറേ കമ്പനികൾ കൂടി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ മാസം 19 ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പുതിയ ഗൈഡ് ലൈൻസ് പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ ആവേശത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യുന്ന ഏതാണ്ട് ഒരു 25,000-ലധികം ആൾക്കാരായി ആണ് അന്ന് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗ്രൗണ്ടിൽ, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയത്. അവിടെ മുഖ്യമന്ത്രിയും നമ്മുടെ വകുപ്പ് മന്ത്രി അനിൽ സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇത് 100% ലീഗലായിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും സർവീസും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നാണ്, ആ ഒരു വാഗ്ദാനമാണ് അദ്ദേഹം തന്നത്. എന്ന് മാത്രമല്ല, അന്ന് പുതിയൊരു വെബ്സൈറ്റ് അദ്ദേഹം ഓപ്പൺ ചെയ്തു. ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്ത ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. എന്ന് മാത്രമല്ല, അദ്ദേഹം വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. അത് എല്ലാ പേപ്പറിലും വന്നു. അന്നത്തെ മിക്കവാറും ഇംഗ്ലീഷ്, മലയാളം ന്യൂസ് പേപ്പറുകളിലൊക്കെ ഉണ്ടായി. ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ 4/10/2024 അന്ന് തന്നെ ഇതിന്റെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഓർഡർ ഇറക്കിയായിരുന്നു. പല കാരണങ്ങളാലാണ് അത് റിലീസ് ചെയ്യാൻ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷനൊക്കെ വന്നു. അതുകൊണ്ടാണ് ഒഫീഷ്യലായിട്ടൊരു പ്രോഗ്രാം വെക്കാൻ ഗവൺമെന്റിന് സാധിക്കായിരുന്നത്. അപ്പൊ അങ്ങനെ 2025 ഫെബ്രുവരി മാസം 19 ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഗൈഡ് ലൈൻസ് പ്രഖ്യാപിച്ചു. അപ്പൊ അതിൽ നമുക്ക് വളരെ ആവേശം തരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് മുമ്പുള്ള ഗൈഡ് ലൈൻസിൽ ഒരു റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നിരുന്നു. അതിൽ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ
പുതിയ റെഗുലേറ്ററി അതോറിറ്റിയിൽ 13 അംഗങ്ങളുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള IAS മുതൽ അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള IPS മുതൽ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്ട് എക്സ്പെർട്ടും അതുപോലെ തന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് കമ്മീഷനിലുള്ള ഒരു ജുഡീഷ്യൽ മെമ്പർ ഉൾപ്പെടെയുള്ള 13 അംഗങ്ങളെ ഈ ഒരു ഇൻഡസ്ട്രിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിയമിച്ചിരിക്കുകയാണ്. അവര് ഫ്രീക്വന്റ് ആയിട്ട് മീറ്റിങ്ങുകളൊക്കെ നടത്തും, ഈ രംഗത്ത് ആവശ്യമായ കറക്ഷൻസ് നടത്തും, അനാവശ്യമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികളെ അവരുടെ ബിസിനസ് നിർത്താൻ ആവശ്യമുള്ള ഡയറക്ഷൻസ് ഒക്കെ അവർ കൊടുക്കും. അതിനുവേണ്ടി നിലവിലുള്ള എല്ലാ കമ്പനികളോടും ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ വിശദമായ ബയോഡേറ്റ അയച്ചു തന്നിട്ടുണ്ട്. ആ ബയോഡേറ്റ വെച്ച് എല്ലാ കമ്പനികളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ലീഗൽ ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് ഒരു കോഴ്സ് സമയം എടുക്കും, ഒരു 2, 3, 4 മാസമൊക്കെ എടുക്കും. കാര്യം അവർ അപേക്ഷ നൽകിയതിനു ശേഷം, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഗവൺമെന്റിൽ അപേക്ഷ നൽകിയതിനു ശേഷം അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏതാണ്ട് 14ഓളം കാര്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 14 കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും ഒരു കമ്പനിയെ കുറിച്ചുള്ള A-Z കാര്യങ്ങൾ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ വെച്ചുകൊണ്ട് ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെന്റ് നന്നായി പഠിച്ചതിന് ശേഷം ജെന്യുവിൻ ആണ് എന്ന് ബോധ്യപ്പെടുന്ന കമ്പനികൾ മാത്രമേ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരികയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അതിനുശേഷം മറ്റ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചാത്തൻ കമ്പനികൾ എന്ന് പറയത്തില്ലേ, അൺഒഫീഷ്യലായിട്ട് പറയുന്നത്, അങ്ങനെയുള്ള കമ്പനികൾ ഒന്നും തന്നെ നാളെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ നമ്മുടെ ബിസിനസ് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ കമ്പനികളിലേക്ക് വരാം. അഭിമാനത്തോടു കൂടി പറയാം, നമുക്ക് 11 വർഷം യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അഭിമാനത്തോടുകൂടി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് മാറിയ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം, ലോകത്തിലെ തന്നെ വലിയ വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊന്നും സാധിക്കാത്ത കാര്യം 10, 20, 25 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇത്രയും നാളുകൊണ്ട് സാധിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, 11 വർഷമായെങ്കിൽ പോലും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അപ്പം വെറും 9 വർഷമായിട്ടുള്ളൂ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. 9 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. ഈ 9 വർഷം കൊണ്ട് തന്നെ എത്രയോ ആൾക്കാരെ അവർ സ്വപ്നം കണ്ടതിനപ്പുറം നേട്ടങ്ങളിലേക്ക് എത്തിച്ചൊരു കമ്പനി. അപ്പൊ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ കമ്പനിയെ പറയാം, 150 മാസം കംപ്ലീറ്റ് ചെയ്തു, 600 ആഴ്ചകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കമ്പനിയെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞ് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കാനാണ്, ഏറ്റവും നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കാനാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ കമ്പനിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് നമ്മുടെ കമ്പനിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഇന്ന് നമുക്ക് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ യാതൊരു ബ്ലാക്ക് മാർക്സും ഇതുവരെ വരുത്താത്ത ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കൊടുത്തുകൊണ്ട് എത്രയോ ആൾക്കാർക്ക് അവര് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന എത്രയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അത് ശാരീരിക പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി, 2500 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള വലിയൊരു കമ്പനി. അതുപോലെ തന്നെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രംഗത്ത് സ്റ്റേബിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ, അതും ഏറ്റവും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ. കഴിഞ്ഞ മാസം നമുക്ക് 4 പുതിയ പ്രോഡക്റ്റുകളാണ് കമ്പനി തന്നത്. വളരെ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ. അതുപോലെ തന്നെ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കമ്പനി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തി. ഒരു കമ്പനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ ചുരുങ്ങിയ 11 വർഷം കൊണ്ട് കമ്പനി നേടിയത്. ഇനി ഒരു വിഷൻ ഉണ്ടോ, ഇനി കമ്പനിക്ക് ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വളരെ വലിയ വിഷനോടുകൂടി തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. 11 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തിച്ച കമ്പനി, 100-ലധികം പ്രോഡക്റ്റുകളുള്ള കമ്പനി, റാങ്ക് ഹോൾഡേഴ്സ്, അതുപോലെ ഫോറിൻ ട്രിപ്പ്. ഇപ്പം തന്നെ നമ്മൾ തായ്ലൻഡ് ട്രിപ്പ് വെച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച അത് അവസാനിച്ചു. 100 കണക്കിന് ആൾക്കാരാണ് അത് അച്ചീവ് ചെയ്തത്. ഇന്ത്യയിലുള്ള വളരെ റിമോട്ട് ആയിട്ടുള്ള ഗ്രാമങ്ങളിൽ ഇന്നേ വരെ ഫ്ലൈറ്റ് ആകാശത്തുകൂടി പോകുന്നതല്ലാതെ ആ ഫ്ലൈറ്റിന്റെ പരിസരത്ത് പോലും എത്താത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള 100 കണക്കിന് ആൾക്കാർ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അവരെയും കൊണ്ട് കമ്പനി താമസിയാതെ തായ്ലൻഡിൽ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കമ്പനി. ഇനി ഒരു കമ്പനിയെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. സാധാരണ രീതിയിൽ 5 തരത്തിലുള്ള ചെക്ക് ലിസ്റ്റ് ആണുള്ളത്. എന്നാൽ നമുക്ക് അത് കൂടാതെ 3 അഡീഷണൽ ബെനിഫിറ്റും കൂടെ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും കൂടെ ഈ കമ്പനി നമുക്ക് തരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു കമ്പനിയെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ വലിപ്പം നോക്കിയും സ്റ്റെബിലിറ്റി നോക്കിയും അത് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരവും അത് വിൽക്കാനുള്ള സാധ്യതകളും നോക്കിയും, അതുപോലെ തന്നെ ആ കമ്പനിയുടെ സക്സസ് റെക്കോർഡ് നോക്കിയും അതിൻ്റെ ഫ്യൂച്ചർ സ്ട്രാറ്റജി നോക്കിയാണെങ്കിൽ, അത് കൂടാതെ നമുക്ക് 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് സപ്പോർട്ട് സിസ്റ്റം. നമുക്കറിയാം, കമ്പനി തന്നെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം തന്നിരിക്കുകയാണ്, ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി. ഇന്ത്യയിലെ തന്നെ മാർക്കറ്റിംഗിൽ അതിപ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ കെ രാജേഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ലിമിറ്റഡ് കമ്പനിയാണ് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി. നമ്മുടെ കേരളത്തില് കൊച്ചിയിലും അതിന് ഓഫീസുണ്ട്. ആ അക്കാഡമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബേസിക് ട്രെയിനിങ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, പുതിയതായിട്ട് ഒരാൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ, അതായത് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചോ ABCD അറിയാത്ത സാധാരണക്കാരനായ ഒരാൾക്ക് പോലും ഈ രംഗത്ത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ഈ കമ്പനി ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. സക്സസ് റെക്കോർഡ്, സക്സസ് റിവാർഡ്, അതായത് ഇവിടെ ഒരു വരുമാനം മാത്രമല്ല, വിജയിക്കുന്നവർക്ക് എത്രയോ തരത്തിലുള്ള വരുമാനമാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, ടൂറ് പോകുന്ന കാര്യം, തായ്ലൻഡിലേക്ക് ടൂറ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നൊരു ഓഫറാണ്. അത് ആ കൃത്യമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സക്സസ് സ്പീഡ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ 25 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരാളായിരിക്കാം. സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ 56 വയസ്സിലോ 60 വയസ്സിലോ റിട്ടയർ ചെയ്യും. ആ റിട്ടയർ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ശമ്പളം അല്പം കൂടുന്നതും, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം. അങ്ങനെ വയസ്സാം കാലത്ത് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു 25 വയസ്സിൽ ഈ ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് 5 വർഷം കൊണ്ട് കമ്പനി പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് ബിസിനസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോടീശ്വരനായിട്ട് മാറാൻ പറ്റും. അതായത് പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ പറ്റും. അത്രയും സ്പീഡിലാണ് കമ്പനി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പൊ ആ ഒരു കമ്പനിയെ നമുക്ക് എല്ലാവർക്കും വളരെ നന്ദിയോടുകൂടി ഏത് സമയത്തും സ്മരിക്കാം. 2015 FMCG കമ്പനികൾ വളരെ വലിയ വളർച്ചയാണ് നടത്തിയത്, ഏതാണ്ട് 8%. അതേസമയം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളർന്നത് 11%. അതായത് നിലവിൽ ഇന്ത്യയിലെ FMCG കമ്പനികൾ വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വളരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ കമ്പനി അത്രയും വേഗത്തിലൊന്നും അല്ല പോകുന്നത്, അതിൻ്റെയൊക്കെ 3 ഇരട്ടി വേഗത്തിൽ. അതായത് ഒരു സാധാരണ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ വളരുന്നതിൻ്റെ 3 ഇരട്ടി വേഗത്തിലാണ് നമ്മുടെ മൈലേജ് സ്റ്റൈൽ കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും വളർച്ചയുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ നിന്ന് ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് അഭിമാനത്തോടു കൂടി ഒരാളോട് പറയാം, എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിലവിലുള്ള ഏതൊരു കമ്പനിയേക്കാൾ 2 or 3 ഇരട്ടി വേഗത്തിൽ പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് വിത്തിൻ എ ഷോർട്ട് പീരീഡിൽ തന്നെ
വിജയങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇന്ന് പല പ്രമുഖ കമ്പനികളുണ്ട്. ടാറ്റയുണ്ട്, ഇൻഫോസിസ് ഉണ്ട്, എയർടെൽ ഉണ്ട്, ബെല്ലുണ്ട്, ഹിന്ദുസ്ഥാൻ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്കുണ്ട്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ, ഇന്ത്യയിൽ ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ. അവിടെ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യണം എന്നാണ് ഒരു സാധാരണ രീതിയിൽ ഒരാൾ കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ബിസിനസ് ചെയ്യാനായിരിക്കും. അതായത് പഠിത്തത്തിന് ശേഷം അവരുടെ മുന്നിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗിലേക്ക് വരിക. ആ ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ മിന്നൽ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ക് റെക്കോർഡുള്ള മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്ത് ബിസിനസ് ചെയ്യാനായിരിക്കും ഏതൊരു ചെറുപ്പക്കാരനും ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. അത്രയും മാറ്റമാണ് വരാൻ പോകുന്നത്. ഒരു ലോങ് വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനി. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കപ്പുറം നേട്ടങ്ങളിൽ എത്തിക്കാൻ സാധിച്ച ഒരു കമ്പനി. ഗ്രോ മച്ച് ഫാസ്റ്റർ ദാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നിലവിൽ നമ്മൾ മറ്റേത് കമ്പനിയേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് പോകുന്നത്. ഇനി കമ്പനിയുടെ 2028 സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ പോകുക എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള കമ്പനിയുടെ വേഗത്തേക്കാൾ കൂടുതൽ പോകുക എന്നുള്ളത്. ഇതൊരു അല്പം മുമ്പുള്ള സ്ലൈഡാണ്. 2028 എന്ന് പറയുമ്പം 2023 സ്ലൈഡാണ്. 25 എത്തുന്നതേ ഉള്ളൂ. കണ്ടിന്യൂ ഗിവിംഗ് ദ ബെസ്റ്റ് പേ ഔട്ട് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ നമുക്ക് സാഹചര്യം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു 10-20ഓളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയധികം പേ ഔട്ട് കൊടുത്ത ഒരു കമ്പനി, ഇത്രയധികം നേട്ടങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എത്തിച്ച ഒരു കമ്പനി വേറെ ഒരു കമ്പനിയും ഇല്ല. ഇനി നമ്മുടെ നേട്ടങ്ങളെല്ലാം കൂടെ എടുത്താൽ, അതായത് പ്രീമിയം കാർ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ ഒരു 1500-2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് വെച്ചവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കമ്പനികളുടെയും കൂടെ കൂട്ടിയാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അത്രയും വരുമെന്ന്. അത്രയും മറ്റുള്ള കമ്പനികളെക്കാൾ മുന്നിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ. ഓരോ വർഷവും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ കമ്പനി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വരുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായ വിദ്യാഭ്യാസം, അവരെ ശരിക്കും ഈ ബിസിനസ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കാൻ ഈ കമ്പനി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്റ്റേറ്റിലും കമ്പനിയുടെ ഓഫീസുണ്ട്. നമുക്ക് കേരളത്തിൽ റീജിയണൽ ഓഫീസുണ്ട്, മരട് ന്യൂക്ലിയസ് മാളിലാണ്. അതുപോലെ തന്നെ താമസിയാതെ കമ്പനി ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം 2025 ഡയറക്ട് സെല്ലിങ്ങിന്റെ ട്രെൻഡ്, കാര്യം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ രീതിയും മാറാൻ പോവുകയാണ്. നമുക്കറിയാം ഇന്ന് ഏത് മേഖലയിലും ശക്തമായ സാന്നിധ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കൂടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ ബിസിനസ്സും ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിലൂടെ എല്ലാം, കാര്യം ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയുന്ന സമയത്ത് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വളരെ നോർമലായിട്ട് മാത്രമാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഇന്ന് ഈ ബിസിനസ് മറ്റേത് കാലഘട്ടത്തേക്കാൾ വളരെ സിമ്പിളായിട്ട് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലൊക്കേറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. നമ്മൾ ഈ ബിസിനസ് തുടങ്ങി പുതിയ പുതിയ കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും കണ്ടുപിടിക്കുക. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക. ആഡിങ് കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ് ടു യുവർ നെറ്റ്വർക്ക്. അവരെ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും ഈ ബിസിനസ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ബിസിനസ്സിൽ നമ്മളെല്ലാവരും ഈ ബിസിനസ് തുടങ്ങി. ഇനി ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മിനിമം ഈ ബിസിനസ്സിൽ അനുഷ്ഠിക്കേണ്ടത്? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നമ്മളൊരു 7 സ്റ്റെപ്സിൻ്റെ ഭാഗമായിട്ടാണ്. 7 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ്
നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. അതിൽ ആദ്യത്തത് ലിസ്റ്റ് മേക്കിംഗ്, രണ്ടാമത്തത് ഷോർട്ട് ലിസ്റ്റിംഗ്, അതിലേക്ക് ഞാൻ കൂടുതൽ വരാം, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തത് പ്രോഗ്രാംസ്, നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്, GTS ഉണ്ട്, അതുപോലെ തന്നെ സൂമിലൂടെയുള്ള മീറ്റിംഗ് ഉണ്ട്, ഹോം മീറ്റിങ്ങുകളുണ്ട്, പേഴ്സണൽ മീറ്റിങ്ങുകളുണ്ട്. നാലാമത്തത് ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ്. അഞ്ചാമത്തത് NDOP, അതായത് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം, ബേസിക് ട്രെയിനിങ്. ആറാമത്തത് ഹോം മീറ്റിംഗ്. ഏഴാമത്തത് ഡ്യൂപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ടീമിലുള്ളവരെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കുക. ഇവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നവരെയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഈ ബിസിനസ്സിൽ അവർക്ക് കൃത്യമായ സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. അവർ വിജയിക്കുമ്പോഴാണ് നമ്മളും വിജയിക്കുന്നത്. അപ്പൊ ഈ 7 കാര്യങ്ങൾ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഒരുപാട് ദൂരെയൊന്നും പോയി റിക്രൂട്ട്മെന്റിന് ശ്രമിക്കാതിരിക്കുക. കാര്യം നമുക്ക് കമ്പനിയിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഒരു എറണാകുളത്ത് താമസിക്കുന്ന ഒരാള് തിരുവനന്തപുരത്തോ കോഴിക്കോടോ കണ്ണൂരൊക്കെ പോയി ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 50-60 കിലോമീറ്റർ റേഡിയസിൽ മാത്രം തുടക്കത്തിൽ ബിസിനസ് ചെയ്യുക. അതായത് തൊട്ടടുത്തുള്ള താലൂക്കുകളിലോ ജില്ലകളിലോ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരുപാട് ദൂരെ ചില ആൾക്കാർ ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ പറയാറുണ്ട്, സാറേ എനിക്ക് ഗുജറാത്തിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവിടെ കുറച്ചാൾ ജോലി ചെയ്തതാ, സാർ ഒന്ന് എൻ്റെ കൂടെ വരുമോ? ഒരിക്കലും നമ്മൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, അങ്ങനെ അവിടെ പോയി ആരെങ്കിലും ബിസിനസ് തുടങ്ങിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെത്താനെ ഒരിക്കലും ചെയ്യില്ല. അവിടെ നിന്ന് ആ ടീമിനെ നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിന്ന് സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, തുടക്കക്കാരനാണ്. അപ്പം നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയതിന് ശേഷം അത്യാവശ്യം വരുമാനമൊക്കെ ഉയർന്നതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇനി ലിസ്റ്റ് മേക്കിംഗ്. ലിസ്റ്റ് എഴുതാൻ നേരത്ത് നമ്മൾ ഒരു നല്ല ഒരു ബുക്ക്, കാര്യം നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മിനിമം നല്ല വരയിട്ട നല്ല ഭംഗിയുള്ള ഒരു 100 പേജിന്റെ ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക. ആ ബുക്കിലോട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ആ ലിസ്റ്റിൽ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പേര്, സീരിയൽ നമ്പർ എഴുതാം, അത് കഴിഞ്ഞാൽ പേര് എഴുതാം, അവരുടെ മൊബൈൽ നമ്പർ എഴുതാം, അവരുടെ ലൊക്കേഷൻ എഴുതാം, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എഴുതാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് എഴുതാം, ജോലിയാണെങ്കിൽ അത് എഴുതാം, നമ്മളുമായിട്ടുള്ള ബന്ധം എഴുതാം. അപ്പം അങ്ങനെ നമ്മളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 പേജിലുമായിട്ട് ഈ ലിസ്റ്റ് എഴുതുക. 1 പേജിലല്ല, നിവർത്തി വെച്ച് ആ 2 പേജിലുമായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഒരു വരി വിട്ടിട്ട് 3ാമത്തെ വരിയിൽ 2ാമത്തെ ആളുടെ പേര് എഴുതുക. കാര്യം എന്തെങ്കിലും റിമാർക്സ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് ആ 2ാമത്തെ വരിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ മിനിമം ഒരു 200 പേരുടെ പേരെങ്കിലും എഴുതുക. ഏറ്റവും കുറഞ്ഞ കാര്യം, 2,10,000 പേരെ വാങ്ങിക്കാൻ പറ്റുന്ന ആഴ്ചയിൽ വലിയൊരു ബിസിനസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ബിസിനസ്സിലേക്ക് വരികയാണ്, നമ്മൾ ഒരു ബിഗ് ബിസിനസ്സിലേക്ക് വരികയാണ്. അവിടെ ചെറിയൊരു ലിസ്റ്റുമായിട്ടല്ല വരേണ്ടത്. കാര്യം ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിന്റെ റോ മെറ്റീരിയലാണ്. നമുക്കറിയാം, റോ മെറ്റീരിയൽ കുറച്ചേ ഉള്ളെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ റിസൾട്ടും കുറയും. നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, അതൊരു വലിയ വീടാണെങ്കിൽ ഇഷ്ടംപോലെ കൂടുതൽ ഇഷ്ടിക വേണം, ലോഡ് കണക്കിന് ഒരുപാട് ലോറികളിൽ കൊണ്ടുവന്ന് ഇഷ്ടിക ഇറക്കേണ്ടി വരും. ഒരു ലോഡ് ഇഷ്ടികയും കൊണ്ട് ഒരിക്കലും നമുക്ക് വലിയ വീട് വെക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ചെറിയൊരു ലിസ്റ്റുമായിട്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയാൽ ഈ 2,10,000 എത്തുക എന്ന് പറയുന്നത് വളരെ ദൂരം ആയിരിക്കും. എന്നുവെച്ചാൽ അടുത്ത കാലത്തൊന്നും നമുക്ക് അങ്ങോട്ടേ എത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന ഏറ്റവും നല്ലൊരു ലിസ്റ്റ് തുടക്കത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 200 പേരുടെ, ആ 200 പേരുടെ ലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടാകണം, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാകണം, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഉണ്ടാകണം, സ്കൂൾ മേറ്റ്സ് ഉണ്ടാകണം, കോളേജ് മേറ്റ്സ് ഉണ്ടാകണം, കൊളീഗ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകണം, നൈബേഴ്സ്, അയൽക്കാരുണ്ടായിരിക്കണം, ഹായ് ബൈ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ, രാവിലെയും വൈകുന്നേരം ഒക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കാണുന്ന ഇങ്ങനെ സലാം പറഞ്ഞു പോകുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ
എല്ലാവരുടെയും, അതായത് ഒരാളുടെ പേര് പോലും വിട്ടുപോകാതെ നമ്മുടെ കയ്യിൽ ഫോൺ നമ്പറുള്ള അല്ലെങ്കിൽ ഫോൺ നമ്പറിന് ലഭ്യമാകുന്ന എല്ലാവരുടെയും പേര് എഴുതുക. ഇത് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേരുടെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് എത്രയോ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഡിണ്ടിഗൽ, തമിഴ്നാട്ടിലുള്ളൊരു സ്വദേശിയാണ്. അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, എന്തായാലും വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണല്ലോ. എൻ്റെ രണ്ടാമത്തെ മോൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ ആർമിയിലാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോന് PG ഒക്കെ ഉണ്ട്. പക്ഷേ ആദ്യം ചെയ്ത ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് രണ്ടാമതൊരു ജോലി കിട്ടിയെങ്കിലും അതത്ര നല്ല ജോലിയല്ല, ശമ്പളം കുറവാണ്. അദ്ദേഹത്തിന് പക്ഷേ ഈ ബിസിനസ് പറ്റുമായിരിക്കുമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. അപ്പം അങ്ങനെ നമുക്ക് യാത്രയിലൊക്കെ ധാരാളം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള എല്ലാവരുടെയും പേര് നമ്മൾ ഈ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, വ്യക്തമായിട്ട് എഴുതി വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നോട്ട്ബുക്കിൽ അവരുടെ പേരെഴുതുമ്പോൾ ഒരാളുടെ ഒരു പ്രിജുഡിസ് പാടില്ല. നമ്മൾ അയാൾ വരത്തില്ല, അയാൾ ചെയ്യത്തില്ല, അയാൾ വന്നാൽ ശരിയാകത്തില്ല, അങ്ങനെയൊന്നും നമ്മൾ ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാവുന്ന എല്ലാവരുടെയും പേര് എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ സ്ലൈഡ് വിട്ടുപോയതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണ് അതിൽ നിന്നും ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എഴുതിയ ആ നോട്ട്ബുക്കിൻ്റെ ഒരു 5-6 പേജും കൂടെ മാറിയിട്ട് പുതിയൊരു പേജ് എടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഈ എഴുതിയിരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ കൊണ്ടുവന്നത് എൻ്റെ മോളെയാണ്. പുള്ളിക്കാരി അന്ന് ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ബിസിനസ് ഏറ്റെടുത്തതാണ്. ATC വരെയൊക്കെ ആയി. പക്ഷേ ആ സമയത്ത് പ്രഗ്നൻ്റായി, കോവിഡ് വന്നു, പിന്നെ ഡെലിവറിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം ഓസ്ട്രേലിയക്ക് പോകാനായിട്ടിരിക്കുന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന അത്യാവശ്യം ലീഡ്സൊക്കെ എനിക്ക് തരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, അത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മോനോ മോളോ ആകാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വളരെ ചെറുപ്പം മുതൽ പഠിച്ച നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആകാം. അങ്ങനെയൊക്കെയുള്ള ഒരു 10 പേരുടെ ലിസ്റ്റ് ഒന്ന് പ്രത്യേകം എഴുതുക. അത് എഴുതുന്നത് വേറൊന്നും കൊണ്ടല്ല, അത്തരത്തിലുള്ള ആൾക്കാരെയാണ് തുടക്കത്തിൽ നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ എവിടെയോ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിൽ വെച്ച് കണ്ടു, അതെൻ്റെ ലിസ്റ്റിലുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ആ ബന്ധം ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷമാണ് എനിക്ക് അങ്ങോട്ട് പോകേണ്ടത്. അല്ലാതെ ട്രെയിനിൽ വെച്ച് കണ്ട ആളെ പിറ്റേ ദിവസം തന്നെ പോയി പ്ലാൻ പറയുക എന്ന് പറഞ്ഞാൽ ആ സെയിൽസ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും നടക്കണമെന്നില്ല, ചിലപ്പോൾ നടക്കാം. അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും പറ്റുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരിലേക്കാണ് നമ്മൾ ഈ ബിസിനസ് ആദ്യം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവിടെ അവരെ ക്ഷണിക്കണം. അങ്ങനെ ക്ഷണിക്കാൻ നേരത്ത് അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആൾക്കാരെ പിടിക്കുന്ന പരിപാടി നമ്മൾ കൊളോക്കിലാക്കിയിട്ട് പറയണ്ട, അവനെ പിടിക്കണം, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ആരുടെയും മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ സ്വയമേ പറയാൻ പാടില്ല. പ്രോസ്പെക്റ്റിംഗ് ഈസ് ഷെയറിങ് ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ അവസരം തന്നെ നമുക്ക് ഏറ്റവും വേണ്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വി ഷുഡ് ക്രിയേറ്റ് എ നീഡ് ഓർ ക്യൂരിയോസിറ്റി ഇൻ ദെയർ മൈൻഡ്. അതായത് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അല്ല, അതേസമയം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവരിൽ ജനിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ക്ഷണിക്കുന്ന സ്ഥലത്തേക്ക് അവർ വരത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ക്ഷണിക്കുന്നത് ആരെയാണോ അവർക്ക് നമ്മൾ ക്ഷണിക്കുന്നതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള, അത് സാമ്പത്തികമാകാം, ശാരീരികമായിട്ടുള്ള നേട്ടങ്ങളാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടും എന്ന ബോധ്യം അവരിൽ ഉണ്ടായാൽ മാത്രമേ അവര് നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വരുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ആരും വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഇൻവിറ്റേഷനാണ് നമ്മൾ നടത്തേണ്ടത്.
ആ സമയത്ത്, ആ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ക്രിയേറ്റ് എ നീഡ് ഓർ ക്യൂരിയോസിറ്റി ഇൻ ദർ മൈൻഡ്. ഒരു ക്യൂരിയോസിറ്റി വെച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല. സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരാളെ നമ്മുടെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്നത് ഫോണിലൂടെയാണ്. നേരിട്ട് ചെന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. കാര്യം, നേരിട്ട് ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരും. എന്താണ്, ഒന്ന് പറ, ഏത് കമ്പനിയുടെയാണ്, എന്തിനു വേണ്ടിയാണ്, ഏത് പ്രോഡക്റ്റ് ആണ്, MLM ആണോ, ഡയറക്റ്റ് സെല്ലിംഗ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അവരുടെ മനസ്സിൽ നമ്മൾ കാണുന്ന MLM ഓ ഡയറക്റ്റ് സെല്ലിങ്ങോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ആയിരിക്കത്തില്ല. അവര് വേറെയോ ആരോ ആൾക്കാർ കിട്ടിയ തെറ്റായ കുറെ ധാരണകളായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മുടെ ഇവിടെ ബിസിനസ്സിലേക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മാത്രം അവരെ ക്ഷണിക്കുക. അതായത് ഒരു സെമിനാർ ഉണ്ട്, ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കുറെ ഹിൻസ് നമുക്ക് കിട്ടുന്ന ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ആ ഒരു സെമിനാറിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വ്യക്തിയെ കാണാനായിട്ട് ഞാൻ പോകുന്നു. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വിജയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ആ വിജയിച്ച കഥകൾ നമ്മളോട് പറഞ്ഞു തരും. എങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം വളർന്നത്, വരുമാനമാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അവിടെ മീറ്റിംഗ് എന്നോ ക്ലാസ് എന്നോ MLM എന്നോ സെയിൽസ് എന്നോ ജോയിനിങ് എന്നോ ഒന്നും തന്നെ പറയാൻ പറ്റും. വളരെ കാഷ്വലായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവരോട് ഇന്നടുത്ത് വരാൻ പറയുക. പറ്റുമെങ്കിൽ ആ ഹോട്ടലിന്റെ പേര് പോലും വേണമെങ്കിൽ പറയേണ്ട കാര്യമില്ല, അതിനടുത്തുള്ള ഒരു ജംഗ്ഷൻ പറയുക. അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത് ഇതാണ്. ആ വിളിക്കുന്ന കക്ഷിയെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത്, അദ്ദേഹം ചിലപ്പോൾ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയാണോ ആ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മീറ്റിങ്ങിൽ വരിക. മീറ്റിങ്ങിൽ വന്ന് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിനോട് പറയാം, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ താൻ വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയാറുന്നത്. സംഭവം എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു അവസരമാണ്, അതൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പല രീതിയിലാണ്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ കമ്പനി. ഈ കമ്പനി എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും നല്ല ഹോട്ടലുകളിൽ വെച്ച്, പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിലാണെങ്കിൽ 14 ജില്ലകളിലും ഞാൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു സർവീസാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു പകുതി ജില്ലകളിൽ പോലും തുടങ്ങിയിട്ടില്ല. അപ്പൊ അത്രയും അഡ്വാൻറ്റേജ് നമുക്ക് കേരളത്തിൽ മലയാളികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്രയും നല്ല ഹോട്ടലുകളിൽ കമ്പനി ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന കമ്പനി GTSൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ അവിടെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ആ കൊണ്ടുവരുന്നതിൽ ഒരു 75%, ചില സമയങ്ങളിൽ 100% ആൾക്കാരെ, അതായത് 10 പേരെ നമ്മൾ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ 10 പേരെയും, അതായത് ആൾക്കാരുടെ ചില ആൾക്കാരുണ്ടല്ലോ എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്നു, നമ്മൾ ഹൃദയം തുറന്നു കാണിച്ചാലും അത് മറ്റെന്താണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ചിലപ്പം നമുക്ക് സെയിൽസ് ക്ലോസിംഗ് നടത്താൻ പറ്റത്തില്ല. അതല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ഒരു നല്ല രീതിയിലുള്ളൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ആളെ നമുക്ക് ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്, മാക്സിമം ഗസ്റ്റിനെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കമ്പനി GTSൽ പങ്കെടുപ്പിക്കുക. അവിടെ ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാം. ഒരുപക്ഷെ ആ വന്നയാൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നും ഈ ബിസിനസ്സിൽ വരികയും അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള വരുമാനം വാങ്ങിക്കുകയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഗസ്റ്റിന് ഈ ബിസിനസ് ചെയ്യണമെന്ന് 100% ആഗ്രഹം ഉണ്ടാകും.
അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും കമ്പനിയുടെ മീറ്റിംഗ് സെന്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. രണ്ടാമത്തത് ഹൗസ് മീറ്റിംഗ്. ഹൗസ് മീറ്റിംഗ് എന്ന് പറയുമ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹൗസ് മീറ്റിംഗ്. ഏതാണ്ട് 60% ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിൽ 60% ആൾക്കാരെ നമുക്ക് ഹൗസ് മീറ്റിംഗിൽ സെയിൽസ് ക്ലോസിംഗ് നടത്താൻ പറ്റും. അതിനൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. പേഴ്സണൽ മീറ്റിംഗ്, നമ്മൾ ഒരാളോട് പേഴ്സണലായിട്ട് പറയുന്നത്, അത് അത്ര വിജയകരമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ, അത് പക്ഷേ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. രണ്ടാമത്തത്, ഒരു കാരണവശാലും ഹൗസ് മീറ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി മീറ്റിങ്ങിലേക്കോ വരാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് പേഴ്സണലായിട്ട് കാണാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ അടുത്ത ആൾക്കാരായി മാത്രമേ നമ്മൾ അതിന് ശ്രമിക്കാവുള്ളൂ. നാലാമത്തത് സൂം മീറ്റിംഗ്. നമ്മൾ കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാളോട് പോലും വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് പ്ലാൻ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് സൂം മീറ്റിംഗ്. ധാരാളം ആൾക്കാരെ ഞാൻ ആ രീതിയിൽ ബിസിനസ്സിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച് സെയിൽസ് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. നല്ലൊരു മാർഗം തന്നെയാണ്. ഒരു ബേസിക് പ്ലാൻ, അതായത് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുതിയ പുതിയ ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു മിനിമം പ്ലാൻ പ്രസന്റേഷൻ എങ്കിലും നമ്മൾ ഒരു മാസം നടത്തിയിരിക്കണം. അതായത് ആഴ്ചയിൽ ഒരു 5 പ്ലാൻ. വളരെ സിമ്പിളാണ്. ഒരു ദിവസം ഒരു പ്ലാൻ നടത്തിയാൽ പോലും ആഴ്ചയിൽ നമുക്ക് 7 പ്ലാൻ നടത്താൻ പറ്റും. ഇനി 2 ദിവസം നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മിനിമം ഏറ്റവും കുറഞ്ഞത് 5 പ്ലാൻ എങ്കിലും, അതായത് അത് GTS ൽ പങ്കെടുപ്പിക്കുന്നതാകാം, പേഴ്സണലായിട്ട് പറയുന്നതാകാം, സൂമിൽ പങ്കെടുപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ ഹൗസ് മീറ്റിംഗിൽ ഒറ്റ ഹൗസ് മീറ്റിംഗിൽ തന്നെ ചിലപ്പോൾ നമുക്ക് 10 പേരോട് പ്ലാൻ പറയാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്, അല്ലേ? അപ്പൊ ഇതൊരു മിനിമം റിക്വയർമെന്റ് ആണ്. ഒരാഴ്ചയിൽ മിനിമം 5 പേരോടെങ്കിലും നമ്മുടെ ബിസിനസ് പ്ലാൻ നമ്മൾ ഷെയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ 4 ആഴ്ച 20 പേരോട്, അതായത് ഒരു മാസം നമുക്ക് 20 പേരോട് പ്ലാൻ പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. എല്ലാവരും ചെയ്യേണ്ട ഒരു മിനിമം കാര്യമാണ്. ഒരു ദിവസം ഒരു പ്ലാൻ എങ്കിലും ഒരാളോട് പറയാൻ ഇനിഷ്യേറ്റീവ് എടുക്കുക. ഹൗസ് മീറ്റിംഗ് നടത്തേണ്ടതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 5 മുതൽ 10 പേരെ ആൾക്കാരെ മാത്രം ക്ഷണിക്കുക. മിനിമം ഒരു 5 പേര്. കാര്യം നമ്മുടെ ലീഡർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാൾ ഇത് കേൾക്കാൻ വരുമ്പോൾ ആ ആള് മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മിനിമം ഒരു 5 പേര്, അതായത് ഒരു 10 പേരെ എങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. ആ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് തൊട്ടടുത്തൊക്കെ തന്നെയുള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് ദൂരെയുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റത്തില്ല. രണ്ടാമത്തത്, നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ആളെ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഈ പുതിയ സംസ്കാരമൊക്കെ നമുക്കറിയാം. നഗരങ്ങളിലൊക്കെ തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്നത് ആരാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇന്നലെ വരെ, ഒരു വർഷമായിട്ട് അവരവിടെ താമസിക്കുകയാണ്, ഇന്നലെ വരെ അവരോട് നമ്മൾ മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ ഒരാളെ പെട്ടെന്ന് എന്ന് വിളിച്ചിട്ട് നാളെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നമ്മളുമായിട്ട് ദിവസവും കാണുകയും സംസാരിക്കുകയും ഇന്ററാക്ഷൻ ഒക്കെ നടത്തുന്ന ഹോട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഹൗസ് മീറ്റിംഗിലേക്ക് വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവിടെ പ്ലാൻ പറയാനായിട്ട് നമ്മുടെ അപ്ലൈൻ ലീഡർ വരും. അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ വേറൊരാളും കൂടെ കാണും. അങ്ങനെ 1-2 ലീഡേഴ്സ് വരും. ആ സമയത്ത് ഇവരെ എല്ലാവരെയും വെൽക്കം ചെയ്യേണ്ട ഡ്യൂട്ടി ആ ഗ്രഹനാഥന് അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്കാണ് അവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി. അതല്ലാതെ അത് ലീഡറിനെ കൊണ്ട് ഒരിക്കലും സംസാരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വെൽക്കം സ്പീച്ച് നടത്തിയാലേ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമായിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഈ വന്ന 2 പേർക്കും എന്തോ പറയാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന്. അത് പാടില്ല. വെൽക്കം ചെയ്യേണ്ടത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന കൊടുക്കുക.
ഒന്നിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ ഇടുക. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഓടി നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മീറ്റിംഗ് സ്ഥലത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരെ മാറ്റി നിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവർ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് മാത്രം ഹൗസ് മീറ്റിംഗ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അത്യാവശ്യം പ്രോഡക്റ്റുകൾ അവിടെയുള്ള മേശപ്പുറത്തൊന്ന് ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയാനായിട്ട് അവിടെ ഇവരൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും ചായയോ കാപ്പിയോ സ്നാക്സോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് കൊടുക്കാം? മീറ്റിങ്ങിന് ശേഷം. അപ്പം മീറ്റിംഗ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഈ വന്നിരിക്കുന്ന വ്യക്തികളെ, പ്ലാൻ എടുക്കാൻ വന്നിരിക്കുന്ന വ്യക്തികളെ നമ്മുടെ ഗസ്റ്റിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. കൃത്യമായിട്ടും പറയുക ആരാണ് വന്നത്, അവർ എന്തായിരുന്നു, ഇപ്പം എന്ത് ചെയ്യുന്നു, അവർ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് വരുമാനം വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഒന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്നവരെയും ഒന്ന് ലീഡറിന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാര്യം നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഒരു കോളേജിലെ പ്രൊഫസറായിരിക്കും, അദ്ദേഹം വീട്ടിൽ നിന്ന് വേഷത്തിലായിരിക്കാം വന്നിരിക്കുന്നത്, നമുക്ക് അറിയണം പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ ആയിരിക്കാം. അപ്പം അവരൊക്കെ മുന്നിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കേണ്ടതിനൊരു, അപ്പം ആരാണോ നമ്മുടെ മുന്നിലിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവരുടെ നിലവാരത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ടുള്ള മലയാളം മാത്രം പറഞ്ഞുകൊണ്ട് ബിസിനസ് പ്ലാൻ പറയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ളത് ആരാണ് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി നമുക്കുണ്ട്. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മീറ്റിംഗിന് ശേഷം ഷെയർ യുവർ കോൺഫിഡൻസ് ആൻഡ് കൺവേ ദ മെസ്സേജ് ദാറ്റ് യു ആർ പ്ലാനിങ് ടു ഡു ദിസ് ബിസിനസ് ആസ് എ ഫുൾ ടൈം കരിയർ. അതായത് ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച വ്യക്തി, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയ, അല്ലെങ്കിൽ ആ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യക്തി പ്ലാൻ പറഞ്ഞതിന് ശേഷം ഗസ്റ്റിനോട് പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ തുടങ്ങി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്നും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും ഇനി ഈ ഒരു ബിസിനസ് ഭാവിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഇതിലൂടെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും ഇതിലൂടെ വരുമാനം വാങ്ങിച്ച ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനിത് ശക്തമായിട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക്, ആ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ വിശ്വാസത്തോട്, അവർക്ക് നല്ല രീതിയിൽ വിശ്വാസം തോന്നത്തക്ക രീതിയിൽ, അതായത് ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചതിനേക്കാൾ ബെറ്ററായിട്ട്, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്ന ആളായിരിക്കാം, പക്ഷേ ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുതിയൊരു ആളായിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. നമ്മുടെ ആ ഒരു ബിലീഫ് ലെവല്, കമ്പനിയെ കുറിച്ചുള്ള ഒരു ബിലീഫ് ലെവല് നമ്മുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യണം. എന്നിട്ട് ഭാവിയിൽ ഞാൻ ഈ ബിസിനസ് ഒരു ഫുൾ ടൈം കരിയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വരിക എന്ന് അവരെ ക്ഷണിക്കുക. അതിനിടയ്ക്ക് നമുക്കറിയാം, കാഷ്വലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവര് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീടായിരിക്കും നമുക്കറിയാവുന്നത്, അടുത്ത കാലത്ത് അവർ പുതിയ വീട് വെച്ച് വേറെ മാറി കാണും. അപ്പോൾ അവരോട് ചോദിക്കാതെ തന്നെ അവരുടെ വീട്ടിൽ പോയി ഫോളോ അപ്പ് ചെയ്യാനും, അവരുടെ അവൈലബിലിറ്റി, ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ എത്ര മണിക്കാണ് പോകുന്നത്, എത്ര മണിക്കാണ് വരുന്നത്, ഇതൊക്കെ വളരെ കാഷ്വലായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. കാര്യം അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് അവരുടെ വീട്ടിൽ അവരുള്ള സമയത്ത് പോയി കാണാനുള്ള ഒരു അവസരമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളൊരു പ്രോഗ്രാം സെന്ററിലാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ ഗസ്റ്റുമായിട്ട് നമ്മളൊരു പ്രോഗ്രാം സെന്ററിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ പഠിച്ചപ്പോൾ മിക്കവാറും ഏറ്റവും പുറകിലായിരിക്കും ഇരുന്നിരുന്നത്. ടീച്ചർമാർ നമ്മളോട് ചോദ്യം ചോദിക്കരുതെന്നുള്ള രീതിയിൽ ഏറ്റവും, ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഏറ്റവും എനിക്കൊരു അനുകൂല ഘടകം ഉണ്ടായിരുന്നു, ഇച്ചിരി പൊക്കം കൂടുതലായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ മറ്റുള്ള പിള്ളേരെക്കാൾ പൊക്കം കൂടുതലായതുകൊണ്ട് ടീച്ചർ എന്നെ സമ്മതിച്ചിരുന്നു പുറകിലിരിക്കാൻ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മീറ്റിംഗ് ഹാളിൻ്റെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന വ്യക്തി, അഥവാ അദ്ദേഹത്തിന്
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പുറകോട്ടങ്ങ് പോകും. അതേസമയം നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് കൊണ്ടിരുത്തുന്നതെങ്കിൽ അദ്ദേഹം പുറകിലോട്ടൊന്ന് നോക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ പുറകിലിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെല്ലാം കാണും. അവരുടെ മുന്നിലൂടെ പോകുന്നത് അത്ര ശരിയല്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും മീറ്റിംഗ് തീരുന്നത് വരെ അവിടെ ഇരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പറയുക മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റിൽ ഇടുക. അപ്പൊ ആ സമയത്ത് നമ്മളും ചെയ്യണം. അത് കണ്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. മീറ്റിംഗ് തുടങ്ങുന്ന ആ ഒരു സെക്കൻഡ് മുതൽ വളരെ കൃത്യമായിട്ടും ആ മീറ്റിംഗ് ഹാളിൽ വളരെ പേഷ്യൻ്റ് ആയിട്ട്, വളരെ എന്താ പറയുക, പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സും ശരീരവും അവിടെ തന്നെ കൊടുത്ത് അവിടെ ഇരിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ എടുത്ത് വാട്സാപ്പ് നോക്കുകയോ ഫേസ്ബുക്ക് നോക്കുകയോ അല്ലെങ്കിൽ പുറകോട്ട് നോക്കുകയോ മുമ്പോട്ട് നോക്കുകയോ സൈഡിലോട്ട് നോക്കുകയോ അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിലോ ഈ മീറ്റിങ്ങിലോ വലിയ താല്പര്യമൊന്നും ഉള്ളതായിട്ട് നമ്മൾ കൊണ്ടുവന്ന ആൾക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മുന്നിൽ നമ്മുടെ സുഹൃത്തിന്റെ കൂടെ അല്ലെങ്കിൽ ബന്ധുവിന്റെ കൂടെ ഇരിക്കാൻ നേരത്ത് അവരെക്കാൾ എന്തൂസിയാസത്തോടു കൂടി നമ്മൾ ആദ്യമായിട്ട് ഈ ബിസിനസ് കേൾക്കുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക. മറ്റാര് കൈയടിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഏറ്റവും സൗണ്ട്, ആ ഒരു ഹാളിൽ എന്തുമാത്രം എനർജി ക്രിയേറ്റ് ചെയ്യാമോ അത്രയും എനർജി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ വരുന്ന ഗസ്റ്റിന് നമ്മുടെ ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം നമുക്കറിയാം, നമ്മുടെ ബിസിനസിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് എനർജി ഉള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനർജിയുള്ള സ്ഥലത്ത് മാത്രമേ ഈ ബിസിനസ് നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൈയടിക്കേണ്ട സമയത്ത് നമ്മളെ കൊണ്ടാവുന്നതിൽ പരമാവധി സൗണ്ടിൽ തന്നെ കൈയടിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഒരു ചടങ്ങ് പോലെ ചുമ്മാ ഒച്ചയൊന്നും കേൾക്കാത്ത രീതിയിൽ കൈയടിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മീറ്റിങ്ങിന് ശേഷം കഴിയുമെങ്കിൽ മീറ്റിംഗ് എടുത്തയാളെയോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള നമ്മുടെ ലീഡറിനെയോ ഈ വന്ന ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈൻ ലീഡറിന്റെ കൂടുതൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ടീമിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പുതിയ വ്യക്തികളെ പരസ്പരം പരിചയപ്പെടുത്തുകയും അവർക്ക് എന്തൊക്കെയാണോ സംശയങ്ങളുള്ളത് ആ സംശയങ്ങളെല്ലാം അവിടെ ഇരുന്ന് തീർത്തതിന് ശേഷം മാത്രം അവരെ വീടുകളിലേക്ക് പറഞ്ഞു വിടുക. അതായത് കൃത്യമായിട്ടും ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരെ വിടാവുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴാണ് ഈ ബിസിനസ്സിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗസ്റ്റിനെ, അതായത് ഈ ഒരു ബിസിനസ് പറയുമ്പോൾ നമ്മൾ GTSനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു വാചകം ഇതാണ്: ഇഫ് യു ആർ കമ്മിങ് എലോൺ